നിങ്ങളുടെ സ്വന്തം മാളു. ഞാനിപ്പോൾ എന്താ വീഡിയോയിൽ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഡബ്ബിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറേ കാർട്ടൂൺ മൂവീസ്, നമുക്കറിയാലോ കാർട്ടൂൺ മൂവീസ്, ഡിസ്നി പ്രിൻസസിൻ്റെ കാർട്ടൂൺ മൂവീസൊക്കെ ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ടാംഗ്ലിഡ് എന്ന് പറയുന്ന മൂവി ഞാൻ ഇന്നലെ തൊട്ട് ഡബ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നത്. അപ്പം നിങ്ങളൊക്കെ എൻ്റെ ഡബ്ബിങ്ങിന് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ഡബ്ബിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നേരെ വീഡിയോ. എടി അതങ്ങനെയല്ല ചെയ്യുക, നിനക്കൊന്നും ഞാനേ ഒരു കട്ട ഇട്ടിട്ട് വരാം. നിങ്ങൾ രണ്ടുപേര് കണ്ടിന്യൂ. ഇവക്കെന്താ വട്ടായോ? ഇവളെന്താ പോയിക്കഴിഞ്ഞത്? ഹായ്, ഞാനേ ഇപ്പം വരാം. അങ്ങനെ മിണ്ടാനൊന്നും പറ്റിയില്ല. കാണാനൊന്നും പറ്റത്തില്ല. എന്ത് പറ്റി? നിങ്ങളെ കാണുന്നില്ലേ എന്റെ മുന്നിലെ എന്റെ സ്വരൂപം? ആരെയും കാണുന്നില്ല. എനിക്ക് ആരെയും കാണാനും പറ്റത്തില്ല. നിനക്ക് വട്ടാ. ഇപ്പൊ അവനെ കാണാൻ പറ്റുന്നില്ല, അവൻ പോയി. എടാ പേടിത്തൊണ്ട, നിന്റെ പേടി ഒന്ന് മാറ്റ്. എന്തീ തേടാ? എന്താ നീ ഇങ്ങനെ ഒച്ചയിടുന്നത്? നിങ്ങൾ ആരും കാണാഞ്ഞിട്ടാ. അവനിപ്പോ ഈ ഭാഗത്തായിരുന്നു, ഇപ്പൊ ഈ ഭാഗത്തോട്ട് വന്ന്. അതൊന്നുമല്ല എനിക്കറിയേണ്ടത്. നിങ്ങൾ രണ്ടുപേരും ആരോ എന്നെ തോണ്ടി. എടി, ആ നിക്കുന്നവനാ നിന്നെ തോണ്ടിയത്. ഓ, അപ്പൊ മനസ്സിലായി. നീ തന്നെ എന്നെ വന്ന് തോണ്ടിയിട്ട് നിനക്ക് ഇവിടെ ഹൊറർ സീൻ ക്രിയേറ്റ് ചെയ്യാനല്ലേ? എനിക്ക് അറിയാം നിന്റെ സകല സ്വഭാവങ്ങളും. അയ്യോ, എന്റെ കൂടെ ഇപ്പൊ ആരും ചിരിച്ചല്ലോ. ഇവൻ തന്നെയായിരിക്കും ചിരിച്ചത്. നമുക്ക് പോവാം. കട്ടയിപ്പൊ തെളിച്ചിട്ടുണ്ടോ? അല്ലേ അന്നത്തോട് തീ പിടിച്ചോണം. പിന്നെ നാട്ടുകാരാവും, ഫയർപോലീസും. പോവാ. ഇവന്റെ മണ്ടത്തരങ്ങളൊന്നും കണ്ടു നിൽക്കാൻ നമുക്കാത്തില്ല. എന്റെ കുഞ്ഞാപ്പി പേടിച്ചിരിക്കുകയാണോ? നീ ആരാ? നിന്റെ സ്വരൂപം ഒന്ന് അവർക്ക് കാണിച്ചു കൊടുക്ക്. എടി, ഈ വട്ടുകേസ് എവിടെ ഒതുങ്ങത്തില്ലെന്ന് തോന്നുന്നു. നിനക്ക് എന്താ കാര്യം? ഒന്ന് തുറന്നു പറ. ഞാൻ സത്യത്തിൽ നിന്റെ വലം കൈയാണ്. നിന്നെ പേടിച്ച സ്വരൂപം പുറത്തിറങ്ങിയതാണ്. ഓഹോ, പക്ഷെ ഞാൻ നിന്നെ പോണല്ല. ഞാൻ നിന്നെ പോണം തികച്ചും വ്യത്യസ്തമാണ്. നീ ശരിക്കും പറ, നീ ആരാ? കുട്ടിക്ക് മനസ്സിലായോടാ, കുട്ടിക്ക് മനസ്സിലായേടാ. എനിക്ക് രൂപം മാറാനും ആവും. നീ കൊണ്ടാ ഞാനും കൊണ്ട് വട്ട് പകർന്നെന്ന് തോന്നുന്നു. എടി, ഒളിച്ചിരിക്കാണ്ട് വാടി. നിങ്ങൾ രണ്ടെണ്ണത്തെ കുതിരവാട്ടത്തിൽ കൊണ്ടുപോകേണ്ട കേസാ. രണ്ടെണ്ണത്തിന് കോപ്രായോടെ ഒളിച്ചിരുന്ന് കാണാം. അവക്കെന്താ നിന്നെ കാണാൻ പറ്റാത്തത്? അവളെ രൂപം ഞാൻ പ്രാപിച്ചാലേ അവക്ക് എന്നെ കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്നെ കാണാൻ പറ്റും. നമുക്ക് ഇതിനെ അറ്റാക്ക് ചെയ്യാം. ഇപ്പൊ എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോഴോ? കുട്ടികളെ, നിങ്ങളാരും പേടിക്കല്ലേ. ഞങ്ങളൊക്കെ ഏഞ്ചൽസ് ആണ്. നിങ്ങളെ വെറുതെ ഒന്ന് ഫണ്ണാക്കാൻ ഞങ്ങൾ ദൈവം ഇവിടെ വിട്ടതാണ്. അതിനെന്തിനാ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? നമ്മുടെ ദിയാ വാസുദേവ് 15 എപ്പിസോഡ് ആയിരിക്കുകയാണ്. അതെ, നമ്മുടെ ദിയാ വാസുദേവ് 15 എപ്പിസോഡും കഴിഞ്ഞിരിക്കുകയാണ്.